ഗുഡ് ഈവനിങ് കൂട്ടുകാരെ. അങ്ങനെ ഇന്നലെ, അതായത് തിങ്കളാഴ്ചയോടുകൂടി നമ്മൾ അമ്മമാരുടെ രാവിലെയുള്ള ഓട്ടപ്പാച്ചിലും വൈകുന്നേരം എവിടെ പോയാലും സമയത്ത് എത്താനുള്ള ഒരു വെപ്രാളവുമൊക്കെ ഒരു 2 മാസത്തേക്ക് അവധി കൊടുത്തിരിക്കുകയാണല്ലേ നമ്മൾ. കാരണം സ്കൂൾ അടച്ചല്ലോ. അപ്പോൾ ഇന്നലെ രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടുണ്ടായിരുന്നത് തലേന്നത്തെ ചിക്കൻ പെരട്ടും അതിൻ്റെ ഒപ്പം ദോശയുമാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇറച്ചി വാങ്ങിച്ചാൽ തിങ്കളാഴ്ച ഇതായിരിക്കുമല്ലോ രാവിലെയും ഉച്ചയ്ക്കുമൊക്കെ ഒരു പതിവ്. അമ്മമാരുടെ പണിയും കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടുമല്ലോ. അതുകൊണ്ട് അമ്മമാർക്കും ഇത് തന്നെയാട്ടോ ഇഷ്ടം. ദോശയ്ക്ക് ശേഷം ഒരു കട്ടൻ കുടിക്കാനൊരു മോഹം. അങ്ങനെ രാവിലത്തെ കട്ടൻ പതിവില്ലാത്തതാണ്. എങ്കിലും ചില ഫുഡൊക്കെ കഴിയുമ്പോൾ ചില നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ചൂട് കട്ടൻ എടുക്കാൻ തോന്നും. അപ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടല്ലോ. ഒരു ഇഞ്ചിക്കട്ടനോ ഏലക്ക കട്ടനോ ഒക്കെ കുടിക്കുമ്പോൾ വയറിനും അതുപോലെ തന്നെ മനസ്സിനുമൊക്കെ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണേ. പിന്നെ ഇതിൽ ഞാൻ മധുരമൊന്നും ചേർക്കാറില്ല. മധുരം ഞാൻ പണ്ടേ നിർത്തിയതാണ്, കട്ടനകത്തിട്ട് കുടിക്കുന്നത്. അതിനുശേഷം ഒരു 11:30 ആയപ്പോഴേക്ക് ഞാൻ എന്തെങ്കിലും ഒന്ന് ആക്കി വെക്കാമെന്ന് കരുതി. 12:20 കുഞ്ഞ് എക്സാം കഴിഞ്ഞ് വരും കേട്ടോ. സ്കൂൾ അടപ്പും കാര്യമൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവുമായിരിക്കും. എങ്കിലും കുറച്ച് എന്തെങ്കിലും ആക്കി വെക്കാമെന്ന് കരുതി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയിൽ നിന്നും 2 എടുത്ത് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കുഞ്ഞ്. അങ്ങനെ ജ്യൂസ് അടിച്ച് വെച്ചു. ഉച്ചയ്ക്ക് തലേന്നത്തെ ചിക്കൻ കറി വെച്ച് ചട്ടിയിലിട്ട് ചാവാം ഇന്നത്തെ ചോറെന്ന് കരുതി കുറച്ച് ചോറും നമ്മുടെ പീച്ചിങ്ങയും ചെറുപയറും കൂടി തോരൻ വെച്ചതും കുറച്ച് അച്ചാറും കൂടിയിട്ടാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും വേണ്ട, ചട്ടി മാത്രം മതിയായിരുന്നു കഴിക്കാൻ. എങ്കിലും നല്ല ഒന്നാം തരമായിട്ട് നല്ല അടിപൊളി ടേസ്റ്റോടുകൂടി നല്ല വൈബിൽ തന്നെ ഉച്ചയ്ക്കത്തെ ഊണ് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്ന് മധുരം കഴിക്കാൻ തോന്നിയപ്പോൾ ഈ ഒരു മിൽക്ക് മോറിൻ്റെ മിഠായിൽ നിന്നും പകുതി കഴിച്ചു. എന്നിട്ടും തീർന്നില്ലായിരുന്നു കേട്ടോ. എൻ്റെ കൊതി എന്ന് പറയുന്നത് ഒരു എരിവുള്ള എന്തെങ്കിലും സാധനം കഴിക്കാൻ തോന്നി. അത് കൊതിയൊന്നും അല്ലായിരുന്നേ. ഇത് ഇരിക്കുന്നത് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു എന്താ പറയുന്നത്, കാന്തം അടിക്കുന്നത് പോലെ ഇതിലേക്ക് അടുക്കാൻ കുറേ ശ്രമിച്ചു. എങ്കിലും ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു നിർത്തിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരെണ്ണം കഴിച്ചതാണേ. വൈകുന്നേരമായി, ഇനി കട്ടൻ്റെ സമയമാണല്ലോ. അപ്പം കട്ടന് വേണ്ടിയിട്ട് കൂട്ടിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ പപ്പടവടയാണ്. കുറേ നാളായിട്ട് ഇത് വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും കടയിൽ ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും കേട്ടോ എടുക്കുന്നത്. പക്ഷേ ഈ പ്രാവശ്യം കടയിൽ പോയപ്പോൾ ഞാൻ ഇത് തന്നെ നോക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സന്ധ്യയായി. അപ്പോൾ പിന്നെ നമ്മുടെ ഡിന്നറിൻ്റെ ടൈം ആയല്ലോ. പകൽ ഇത്രയൊക്കെ കഴിച്ചത് കൊണ്ട് രാത്രിയിൽ ഒരു പഴത്തിലൊതുക്കാം എന്ന് കരുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.